നമ്മളിനി ബോഡി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോഡി പാർട്ട് ചെയ്യാൻ നമ്മൾ മാജിക് റിംഗ് ഒന്നും ചെയ്യേണ്ട. നമ്മളൊരു ഓവൽ ഷേപ്പിലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വൈറ്റ് കളറിലെ യാൺ വെച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 9 ചെയിൻസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9. ഇനി ഈ 9ാമത്തത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ മുതൽ നമ്മൾ ഇതൊന്നാമത്തെ ഇത് രണ്ടാമത്തെ സെക്കൻഡ് ചെയിൻ മുതൽ നമ്മൾ സിംഗിൾ ക്രോഷ്യാണ്. നമ്മൾ ടോട്ടൽ 7 സിംഗിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വീതം ടോട്ടൽ നമ്മൾ 7 ചെയ്യും. നമ്മളിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഏഴെണ്ണം ചെയ്തു. നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൊണ്ടാം. ഒരു സ്റ്റിച്ചിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഒരു സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങറ്റം വരെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഇനി ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് റോ കംപ്ലീറ്റഡ് ആണ്. നമുക്ക് സെക്കൻഡ് റോ ചെയ്യാനായിട്ട് ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഒരുമിയല്ലേ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത റോയിൽ നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലും എന്ത് ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചുകളിലെല്ലാം നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. ആറെണ്ണത്തിൽ നമുക്ക് 6 സ്റ്റിച്ച് ഉണ്ടാവും. 6 എണ്ണത്തിൽ അതേപോലെ കോർണറിലുള്ള 3 എണ്ണം എത്തുന്നത് വരെ. ഇനി കോർണറിലുള്ള ആ 3 എണ്ണത്തിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വീതം, അതായത് 3 എണ്ണത്തിലും നമ്മൾ ഇൻക്രീസ് ചെയ്യണം. 3 എണ്ണത്തിലും ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കാവുന്നതുള്ളൂ. 3 എണ്ണത്തിലും
ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ അവസാനത്തെ 2 എണ്ണം വരെ, അവസാനത്തെ 2 എണ്ണത്തിൽ നമ്മൾ ഇൻക്രീസ് വേണം ചെയ്യാനായിട്ട്. അവസാനത്തെ 2 എണ്ണം വരെ സിംഗിൾ ക്രോഷ്യ, അവസാനത്തെ 2 എണ്ണത്തിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് വരില്ല. അതിപ്പം ഞാനിപ്പോൾ വലിയ ഹുക്ക് സൈസൊക്കെ ഞാൻ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ മുതൽ നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് തുടങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു ലെഗ് നമുക്ക് എടുക്കണം. നമ്മൾ ലെഗ്സ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ ലെഗ്സ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളതിൻ്റെ ആ ഹിൻ ലെഗ് എടുക്കുക. അതായത് നമ്മൾ 3 റോ മാത്രം ചെയ്ത ലെഗില്ലേ, ആ ലെഗ് എടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. തല തിരിച്ച് വെക്കണം. ഇതിൻ്റെ ചുറ്റും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എവിടെയെങ്കിലും, ഇതിപ്പോൾ ഏതെങ്കിലും സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇന്ന സ്റ്റിച്ചിൽ തന്നെ ഇൻസേർട്ട് ചെയ്യണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് പിടിക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പിടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ടോട്ടൽ 8 സ്റ്റിച്ചുകൾ ഓർമ്മയുണ്ട്. നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇൻക്രീസ് നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 8 എണ്ണത്തിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, ഇവിടെ 8 എണ്ണം ഉണ്ട്. ഈ യാൺ ഉള്ളത് അതും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. യാണും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ചുറ്റുമുള്ള 8 എണ്ണത്തിലും നമ്മൾ ചെയ്യണം. ആ 8 എണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പാർട്ടിലേക്ക് നമ്മൾ ബാക്കി ബാലൻസ് കിടക്കണം. ബാലൻസ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ബോഡി പാർട്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാണ്. അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ 9 സിംഗിൾ ക്രോഷ്യ ബോഡി പാർട്ടിൽ ചെയ്യാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്തു.
ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ലുക്കൊന്നും തോന്നില്ല, പക്ഷെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ പ്രോപ്പർ ലുക്കിലേക്ക് അത് തിരിച്ചു വന്നോളും. ഇനി നമ്മൾ ഫ്രണ്ട് ലെഗ് എടുക്കണം. ഫ്രണ്ട് ലെഗ് എന്ന് പറയുന്നത് നമ്മൾ ആ 4 റോ ചെയ്തതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചാണ് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ചുറ്റും സിംഗിൾ ക്രോഷ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ചുറ്റും സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് ജസ്റ്റ് ഇനി അടുത്തത് മുതൽ നമ്മൾ ഈ യാൺ നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, ലെഗ് പോലെ നമ്മൾ 4 വശത്ത് നമുക്ക് ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 എണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ബോഡിയിൽ 3 സിംഗിൾ ക്രോഷ് ചെയ്യുക. മൂന്ന് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഫ്രണ്ട് ലെഗ് എടുക്കുക. അടുത്ത ഫ്രണ്ട് ലെഗ് എടുത്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയിൽ പിന്നെ 9 സിംഗിൾ ക്രോഷ് ചെയ്യുക. എന്നിട്ട് അടുത്ത ലെഗ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 സിംഗിൾ ക്രോഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് റെഡിയാവും. ഈ ഹോള് നമുക്ക് ജസ്റ്റ് ടൈറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു യാൺ വെച്ചിട്ട് കോർത്തിട്ട് ടൈറ്റ് ചെയ്ത് കാണുന്നില്ല അല്ലേ പറഞ്ഞത്. ഇനി നമ്മളിവിടെ ലെഗ് ഇവിടെ ഫസ്റ്റ് ലെഗ് അറ്റാച്ച് ചെയ്യണം, ഫ്രണ്ട് ലെഗ് അറ്റാച്ച് ചെയ്യണം. കാരണം ഇത് ഫ്രണ്ട് ആയിരുന്നില്ല, ഇവിടെ ഫ്രണ്ട് ലെഗ് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടെ 9 സിംഗിൾ ക്രോഷ് ചെയ്യണം. എന്നിട്ട് ഇവിടെ അടുത്ത ലെഗ് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് 2 സിംഗിൾ ക്രോഷ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാലിൻ്റെ പൊസിഷൻ പോലെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു നൂല് കോർത്തിട്ട് നമ്മളിതിൽ കൂടെ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഇല്ലാതെ കൃത്യമായിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് 2 ലെഗും കൂടി ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 6 റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ നൂലുകൾ ഇതുപോലെ കാണാൻ പറ്റും. ആ നൂലുകൾ നമുക്ക് ജസ്റ്റ് ഇതിൽ തന്നെ ഒന്ന് ചുരുട്ടി ഇവിടെ തന്നെ സ്റ്റഫിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലെഗിൽ തന്നെ സ്റ്റഫിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഭാഗത്തെ ഈ നൂല് മാത്രം, ഇത് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ നൂല് മാത്രം, അത് നമ്മൾ ഫസ്റ്റ് ആ ചെയിൻസ് ഇട്ടപ്പോൾ ഉള്ള നൂലില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ, അതായത് ഓരോ ലെഗിലേക്കും കയറ്റി വെക്കാവുന്നതേ ഉള്ളൂ.
ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും പാർട്ട് റെഡിയാണ്. ഇനി നമ്മൾ അപ്പർ ബോഡിയിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ബേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ബേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്പർ ബോഡിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ യാൺ കട്ട് ചെയ്തെടുത്തിട്ട്, ചെറിയൊരു യാൺ, അധികം നീളമൊന്നും വേണ്ട, ചെറിയൊരു യാൺ ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് നമുക്കിവിടെ തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഓക്കെ. സോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളിടത്തൊന്നും നമുക്ക് ആ ഇഷ്യൂസ് ഇല്ല. ആ ഒരു പ്ലേസിൽ മാത്രമേ നമുക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൺ കട്ട് ചെയ്ത് കളയേ. ഞാനിപ്പോൾ ജസ്റ്റ് ലെഗിൻ്റെ ഉള്ളിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പർ പൊസിഷൻ ചെയ്യണം. അപ്പർ പൊസിഷൻ ചെയ്യാനായിട്ടും എല്ലാം നമ്മൾ വൈറ്റ് വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 4 സ്റ്റിച്ചിൽ നമ്മളിവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ തുടങ്ങിയോടെ തന്നെ, ഈ റോ തുടങ്ങിയോടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമ്മളിനി അടുത്ത 4 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷയും, അത് കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസ് ചെയ്യും, അത് കഴിഞ്ഞ് 11 അത് പാറ്റേൺ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. 11 സിംഗിൾ ക്രോഷയും, പിന്നെ ഒരു ഡിക്രീസ്, 7 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 11 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 5 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഈ റൗണ്ട് ഫുൾ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഡിക്രീസൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്യാനറിയാവുന്നതാണ്, കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നോർമൽ പോലെ തന്നെ ഇനി അങ്ങോട്ട് ചെയ്ത് പോയാൽ മതിയാവും. നാല് സിംഗിൾ ക്രോഷ്യ, 1 2 3 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ പോലെ ഒരു ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 11 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 നമുക്കിവിടെ ചെയ്യാം. 3 4 5 6 7 8 9 10 11. ഇനി നമ്മൾ 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് നമുക്ക് ലെഗിലാണ് വരുന്നത്. അക്രിലിക് ആയതുകൊണ്ടാണ് എനിക്ക് സ്റ്റിച്ചുകൾ കാണാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളത്. കോട്ടൺ യാണിൽ സ്റ്റിച്ചുകൾ പെട്ടെന്ന് കാണാൻ പറ്റും. ഡിക്രീസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് 7 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 11 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 5 സിംഗിൾ ക്രോഷ്യ. ഈ രീതിയിൽ നമുക്ക് ഈ റൗണ്ട് മൊത്തം പാറ്റേൺ പോലെ അനുസരിച്ച് തന്നെ ജസ്റ്റ് പാറ്റേൺ നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയാവും. ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന 2 ലെഗ്സും നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത റോ മുതൽ നമുക്ക് കളർ ചേഞ്ച് ഉണ്ട്. നമ്മൾ ക്രീം കളറിലേക്ക് ആക്കിയിട്ട് സിംഗിൾ ക്രോഷ്യ മാത്രമേ ഉള്ളൂ, ഡിക്രീസ് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 13 സിംഗിൾ ക്രോഷ്യ ചെയ്യുക,
ക്രീം വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വൈറ്റ് ചെയ്യണം. പിന്നെയും 13 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസും. അപ്പോൾ ഇത്രയും ഭാഗത്ത്, അതായത് ക്യാറ്റിൻ്റെ നമ്മൾ ബാക്ക് ഭാഗത്ത് കളർ ചേഞ്ച് വരുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത റോയിൽ അടുത്തത് മുതൽ നമ്മൾ കളർ ചേഞ്ചിങ് ചെയ്യാൻ പോവാണ്. കളർ ചേഞ്ചിങ് ചെയ്യാനായിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് എടുത്തിട്ട് കളർ ചേഞ്ച് നമ്മുടെ ക്രീം കളർ അറ്റാച്ച് ചെയ്യാണ്. ക്രീം കളർ വെച്ച് 11 സിംഗിൾ ക്രോഷ്യ ചെയ്യാനുണ്ട്. ഞാനത് ചെയ്യാൻ ഞാൻ കാണിച്ചു തരുന്നില്ല സെപ്പറേറ്റ്, ജസ്റ്റ് റാൻഡംലി നമ്മളിതിൻ്റെ മുകളിൽ കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതിയാവും. 13 സിംഗിൾ ക്രോഷ്യ ഇത് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വൈറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് 11 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യുക. ഞാൻ നേരത്തെ നമ്മൾ ഇതൊക്കെ ചെയ്തതുപോലെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. യാൺസ് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. യാൺ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് 13 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വൈറ്റിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പാറ്റേൺ നോക്കിയിട്ട് പതിയെ ചെയ്താൽ മതി. ആദ്യം ക്രീമിൽ 13 സിംഗിൾ ക്രോഷ്യ, അതായത് വൈറ്റിൽ 11 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ് 10 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് പിന്നെയും ക്രീം വെച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലുക്ക് ഇതായിരിക്കും. നമ്മൾ കളർ ചേഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തു, ക്രീമും സ്റ്റാർട്ട് ചെയ്തു ഈ റോയിൽ. ഇനി അടുത്തത് നമ്മൾ ഈ ക്രീം വെച്ചിട്ട് 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ് 10 സിംഗിൾ ക്രോഷ്യ, പിന്നെ വൈറ്റ് വെച്ച് 18 സിംഗിൾ ക്രോഷ്യ ഇവിടം വരെ, പിന്നെ 10 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് 4 സിംഗിൾ ക്രോഷ്യ. ഈ രീതിയിൽ പാറ്റേൺ നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മളിനി ചെയ്യാൻ പോകുന്നത് റൗണ്ട് 6 ആണ്. അത് കഴിഞ്ഞിട്ട് റൗണ്ട് 7ഉം കൂടിയുണ്ട്. നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് കളർ ചേഞ്ചിങ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമുക്ക് ഒരു 10ാമത്തെ റൗണ്ട് വരെ ജസ്റ്റ് പാറ്റേൺ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്ത് പോയാൽ മതി. കളർ ചേഞ്ച് കറക്റ്റായിട്ട് ചെയ്യുക. കറക്റ്റ് പൊസിഷൻ വരുമ്പോൾ തന്നെ കൗണ്ട് ചെയ്ത് ചെയ്യുക. ചെയ്തിട്ട് കറക്റ്റ് പൊസിഷൻ വരുമ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിനി ക്രീം വെച്ചിട്ട് തന്നെ 3 സിംഗിൾ ക്രോഷ്യ, ഡിക്രീസ് 10 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ഏരിയയിൽ 18 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇവിടെയും ക്രീം വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എല്ലാ റോയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് 10ാമത്തെ റോ വരെ ചെയ്യാം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഡിക്രീസും ഇൻക്രീസിന് നമുക്കില്ല. ഡിക്രീസുകൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മാത്രം മതി. അപ്പം 10ാമത്തെ റോ വരെ ഞാൻ ചെയ്തിട്ട് തിരിച്ചു വരാം. ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ. ഇനി നമുക്ക് അടുത്ത റോ, അതായത് ഇനി ഇപ്പോൾ 6ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 7ാമത്തെ റോ ചെയ്യാം. 7ാമത്തെ റോയിൽ ക്രീം വെച്ച് 15 സിംഗിൾ ക്രോഷ്യ, ഇനി ഇത് 16 സിംഗിൾ ക്രോഷ്യ, വൈറ്റ് 16, പിന്നെ 14 സിംഗിൾ ക്രോഷ്യ ക്രീം, പിന്നെ ഒരു ഡിക്രീസ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതും കൂടി ചെയ്തിട്ട് തിരിച്ചു